പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം തുറന്ന് നമുക്ക് ധ്യാനിക്കാം. മീഖയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ 2-ാമത്തെ തിരുവചനത്തിൽ അവിടുന്ന് പറയുന്നു, വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുന്നവർ, അതുപോലെ തന്നെ ആ തിന്മ നിരൂപിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണ്, അവർ വീടുകൾ മോഹിക്കുന്നു, സ്വന്തമാക്കുന്നു, വയലുകൾ മോഹിക്കുന്നു, അത് പിടിച്ചടക്കുന്നു. എന്നിട്ടോ മനുഷ്യനെയും വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും എല്ലാം അവൻ പീഡിപ്പിക്കുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സംഭവം തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്കപ്പുറം മീഖാ പ്രവാചകനിലൂടെ ഇത് എഴുതി വച്ചിരിക്കുന്നത്. മനുഷ്യനെ പീഡിപ്പിക്കുന്നു, കുടുംബത്തെ പീഡിപ്പിക്കുന്നു, അവൻ്റെ അവകാശങ്ങളെ പീഡിപ്പിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഇന്ന് സമൂഹത്തിലെ സാധാരണക്കാരായ വ്യക്തികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കെങ്ങനെയെങ്കിലും ശമ്പളം വർദ്ധിപ്പിക്കണം, ധനം സമ്പാദിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും. അതിനെതിരെ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനെയും പീഡിപ്പിക്കും. മോഹത്തിൽ നിന്നും ദുർമോഹത്തിൽ നിന്നും സംഭവിക്കുന്നതാണിതെല്ലാം. എന്നിട്ട് കർത്താവ് പറയണം, അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മറ്റുള്ളവരെ പീഡിപ്പിച്ച് പിഴിഞ്ഞ് കൈക്കൂലി മേടിച്ച് കള്ളക്കടത്ത് നടത്തി, വെട്ടിപ്പും തട്ടിപ്പും നടത്തി മറ്റുള്ളവരുടെ അവകാശങ്ങളെല്ലാം പിടിച്ചു വലിച്ചു വാരിക്കൂട്ടി വച്ചേക്കുന്ന ഓരോ വ്യക്തികളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥം ഒരുക്കിയിരിക്കുന്നു. നിന്റെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തിലേക്ക് മറ്റുള്ളവരുടെ അവകാശങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അത് പിടിച്ചെടുക്കുന്നവൻ്റെ കുടുംബത്തിലേക്ക്, അവൻ്റെ തലമുറയിലേക്ക് ദുരിതം കടന്നു വരും. അനർത്ഥങ്ങൾ, ദൈവം പറയുകയാണ്, അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നിന്റെ തലയുടെ മുകളിൽ അനർത്ഥം നിലനിൽപ്പുണ്ട്. നിന്റെ കുടുംബത്തിൽ, പ്രിയ സഹോദരങ്ങളെ, അനർത്ഥം നിൽക്കുന്നുണ്ട്. അത് നിന്റെ തലയ്ക്ക് മുകളിലുണ്ട് അനർത്ഥം. അതൊരുക്കിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ബോംബ് വീഴും പോലെ വീഴാം. അതൊരു വലിയ വാളായി കിടപ്പുണ്ട്. തുടർന്ന് പറയുകയാണ്, അതിൽ നിന്ന് തല വലിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അതിൽ നിന്ന് നിനക്ക് തല വലിക്കാൻ സാധിക്കത്തില്ല. പലപ്പോഴും ചിലരൊക്കെ ചിലരുടെ വാഹനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഒപ്പിക്കാവുന്ന കെണികളൊക്കെ അവനെ ഒപ്പിച്ച് നോക്കും. ആ വാഹനം മേടിക്കണമെങ്കിൽ അവനിട്ട് കുറേ കെണികളും അവന് കുറേ നാശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കുകയുള്ളൂ. അതെല്ലാം ഒപ്പിക്കും. അതുപോലെ തന്നെ ബിസിനസ്സുകൾ, മറ്റുള്ളവരുടെ ബിസിനസ്സുകൾ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുക, മറ്റുള്ളവരുടെ സാമ്പത്തികമായ പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് അവർ ചൂഷണം ചെയ്യുക, അവരുടെ പറമ്പ്, അവരുടെ സ്ഥലം, ഇതൊക്കെ നിസ്സാര വിലയ്ക്ക് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കുക. ഇതെല്ലാം വലിയ വലിയ തിന്മയാണ്. ഈ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകിയെത്തുകയില്ല. തിരിച്ചറിയണമേ. വാഹനം മാത്രമല്ല, സ്ഥലമാകാം. അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തിലേക്ക് നാശം വരത്തക്ക രൂപത്തിൽ, തകർച്ചകൾ വരത്തക്ക രൂപത്തിൽ കുടുംബത്തിൽ അസമാധാനമുണ്ടാകുവാൻ വേണ്ടി
മക്കളും മാതാപിതാക്കളും തമ്മിൽ ഭിന്നിപ്പുണ്ടാകുവാൻ വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, സമ്പത്തിൻ്റെ പേരിൽ, കടബാധ്യതയുടെ പേരിൽ നിങ്ങളതെല്ലാം വലിച്ചു വാരിക്കൂട്ടിയതല്ലേ? അന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത്രയും വലിയ വീട് പണിയണ്ട? അന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത്രയും വലിയ വാഹനം മേടിക്കണ്ട? ഇത്രയും CC എടുത്ത് ലോണെടുത്ത് ഇത്രയും വലിയ വാഹനം വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞതല്ലേ? അന്ന് നിങ്ങൾ അനുസരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ പരസ്പരം ഭിന്നിപ്പ്. ചിലപ്പോൾ അയൽവക്കത്തു നിന്നായിരിക്കും പറഞ്ഞു കൊടുത്തത്, എൻ്റെ കെട്ടിയവന് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇത്രയും വലിയ സാധാരണ യാത്ര ചെയ്യാനൊരു വാഹനം മേടിച്ചാൽ പോരായിരുന്നോ? ഇത്രയും വലിയ കൊമ്പത്തുള്ള വലിയ മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ലോണെടുത്ത് ഈ ലോണെടുത്ത് ഇത്രയും വലിയ കെട്ടിടം പണിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിനക്കത് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നോ? എന്നാലും പറയും, ഞാൻ അന്ന് പറഞ്ഞത് അധികം കേട്ടില്ല, ഇന്നിതേ കെണി വന്നേക്കുന്നു. ഇതേ CC കാർ വാഹനം കൊണ്ടാകാൻ പോകുന്നു, ബാങ്കുകാർ സ്ഥലം കൊണ്ടുപോകാൻ പോകുന്നു, വീടും. അങ്ങനെ ഭിന്നിപ്പ് വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, മറ്റൊരാളുടെ വളർച്ചയിൽ അവനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവനെ തകർക്കുവാൻ വേണ്ടി, നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു മോഹം എൻ്റെ ഉള്ളിലുണ്ട്. മറ്റുള്ളവരെക്കാളും ഉന്നതമായ മേഖലയിൽ എനിക്ക് വളർന്നു വലുതാകണം, വലിയ വടവൃക്ഷം പോലെ വളർന്നു വലുതാകണമെന്ന് മോഹിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ? നമുക്ക് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് പറയുകയായിരുന്നല്ലോ, ദുർമോഹത്തിലൂടെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ സ്വന്തമാക്കി ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഭവനത്തിനെതിരെ അനർത്ഥങ്ങൾ കടന്നു വരുമെന്ന്. അതിൽ നിന്ന് തലവലിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ചുറ്റും ഇന്ന് നിലനിൽക്കുന്ന അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മോചിപ്പിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ടങ്ങ് അനുഗ്രഹിക്കണമേ. ഉള്ളിലുള്ള ദുർമോഹങ്ങളും ദുരാശകളും ഉപേക്ഷിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.